ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് വെയിറ്റ് ലോസിന് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി സൂപ്പ് റെസിപ്പി തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഓയിലിന് പകരം ബട്ടറാണ് ചേർക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടറാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ ഉപ്പില്ലാത്ത ബട്ടർ ചേർക്കുന്നു. നിങ്ങളുടെ അടുത്ത് അല്പം ഉപ്പുള്ള ബട്ടർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായി വന്ന ബട്ടറിലേക്ക് ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുവാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ട്. ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അത്രയും തന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ വട്ടത്തിലരിഞ്ഞ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുവാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയൊന്ന് അത്യാവശ്യം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു സവോള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വൈറ്റ് ഒനിയനാണ് എടുത്തിരിക്കുന്നത്. സാധാരണ സവോള ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്തുള്ള സവോള ചേർത്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. സവോളയും കൂടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കളറൊന്നും മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് വലിയൊരു ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 4 ബീൻസ്, ഒരു 3-4 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇത്ര ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കോണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചേർത്ത് കൊടുക്കാം. ഒരു 6-7 ടേബിൾ സ്പൂൺ കോണ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിങ്ക് സാൾട്ടാണ്. ഡയറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പിങ്ക് സാൾട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഹിമാലയൻ പിങ്ക് സോൾട്ട്. നിങ്ങൾക്ക് ഇനി ഇത് കയ്യിലില്ലാന്ന് വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാതിരിക്കരുത്. നിങ്ങൾ നോർമൽ ഉപ്പ് ഇട്ടിട്ടും ചെയ്യാം. പക്ഷേ ഡയറ്റ് ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. കാർബോഹൈഡ്രേറ്റ്, മധുരം അതൊക്കെ ഒഴിവാക്കുന്നത് പോലെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാടായിട്ട് ഉപ്പ് ഉപയോഗിക്കാനും പാടില്ല. ഈ പച്ചക്കറിയെല്ലാം അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇതിപ്പോൾ ഞാൻ ഒന്ന് അടച്ചു വെക്കുവാണ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. തീ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ടോട്ടൽ ഞാൻ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വലിയ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര സൂപ്പ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം ഇത് ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. റാഗിപ്പൊടിയിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് ഈ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റാഗി സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേനും അതൊന്ന് കുറുകി വരും. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ല, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇവിടെ സൂപ്പ് എടുക്കാനുള്ള എൻ്റെ ബൗളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് സെർവ് ചെയ്ത് നോക്കാം. ഇത്രയും നല്ല വെജിറ്റബിൾസും എല്ലാം ചേർക്കുന്നുണ്ട്. നമുക്കിത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ വയറും പെട്ടെന്ന് നിറയും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി സൂപ്പ് തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഈ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി കുടിച്ച് നോക്കൂ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. മറ്റ് റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. ബൈ.